ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ എക്സ്ട്രാ സബ്ജക്റ്റ്. ഇംഗ്ലീഷിൽ വിവിധതരം വേർഡുകളുണ്ടല്ലോ. അവയിലൊന്നായ മോഡൽ വെർബിനെ കുറിച്ചാണ് ഈ വീഡിയോ. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോവാം. പലതരം വെർബുകളിലൊന്നാണ് മോഡൽ വെർബ്. മോഡൽ വെർബ്സ് ആർ ഹെൽപ്പിംഗ് വെർബ്സ്. മോഡൽ വെർബ്സ് സഹായ ക്രിയകളാണ്. They are used along with the main verb. പ്രധാന ക്രിയയ്ക്കൊപ്പം ഇവ ഉപയോഗിക്കുന്നു. മോഡൽ വെർബ്സ് represent the ability of a subject to do an action. മോഡൽ വെർബ് ഒരു പ്രവൃത്തി ചെയ്യാനുള്ള സബ്ജക്റ്റിൻ്റെ കഴിവിനെ പ്രതിനിധീകരിക്കുന്നു. They also show possibility of an action happening. ഒരു പ്രവൃത്തി നടക്കാനുള്ള സാധ്യതയും അവ കാണിക്കുന്നു. മോഡൽ വെർബ്സ് ഇൻഡിക്കേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ആക്ഷൻ. ഒരു പ്രവർത്തനത്തിൻ്റെ സാധ്യതയും സൂചിപ്പിക്കുന്നു. ദേ എംഫസൈസ് ദ നെസസിറ്റി ഓഫ് ആൻ ആക്ഷൻ. അവ ഒരു പ്രവർത്തനത്തിൻ്റെ ആവശ്യകത ഊന്നിപ്പറയുന്നു. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതാണ് മോഡൽ വെർബിൻ്റെ ഫങ്ഷൻ. ഇനി ഇംഗ്ലീഷിൽ ഏറ്റവും സാധാരണയായ മോഡൽ വെർബ് ഏതൊക്കെയെന്നും അവയുടെ സെൻറ്റൻസിലെ ഉപയോഗവും നമുക്ക് നോക്കാം. ആദ്യമായി ഒരു എക്സാമ്പിൾ. മോഡൽ വെർബ് ക്യാൻ എബിലിറ്റിയെയും പെർമിഷനെയും സൂചിപ്പിക്കുന്നു. ഷീ ക്യാൻ സ്വിം. ഷീ സബ്ജക്റ്റും എബിലിറ്റിയെ കാണിക്കുന്ന മോഡൽ വെർബ് ക്യാനും സ്വിം മെയിൻ വെർബും ആകുന്നു. അവൾക്ക് നീന്താൻ കഴിയൂ എന്നാണ് സെൻറ്റൻസിൻ്റെ അർത്ഥം. ഇനി തുടർച്ചയായി കുറേ മോഡൽ വെർബുകളെ നമുക്ക് നോക്കാം. കുഡ് പൊളൈറ്റ് റിക്വസ്റ്റിനും പോസിബിലിറ്റിയെയും സൂചിപ്പിക്കുന്നു. കുഡ് യു ഹെൽപ്പ് മീ ഫോർ എ മിനിറ്റ് പ്ലീസ്? ദയവായി ഒരു നിമിഷം എന്നെ സഹായിക്കാമോ? ഇറ്റ് കുഡ് ബി ഡേഞ്ചറസ് ടു ബി ദർ. അവിടെ ഉണ്ടായിരിക്കുന്നത് അപകടകരമായിരിക്കും. മേ പെർമിഷനും പോസിബിലിറ്റിയെയും സൂചിപ്പിക്കുന്നു. എക്സാമ്പിൾ, മേ ഗോ ഹോം നൗ? ഐ മേ ബി ബാക്ക് നെക്സ്റ്റ് ഇയർ. ഞാൻ അടുത്ത വർഷം തിരിച്ചെത്തിയേക്കും. മൈറ്റ് പോസിബിലിറ്റിയെ കാണിക്കുന്നു. ഇറ്റ് മൈറ്റ് റെയിൻ ടു നൈറ്റ്. ഇന്ന് രാത്രി മഴ പെയ്തേക്കും. മസ്റ്റ് നെസസിറ്റി ഓർ സ്ട്രോങ് റെക്കമെൻഡേഷൻ. യു മസ്റ്റ് സ്റ്റോപ്പ്. നിങ്ങൾ നിർത്തണം. ഷാൽ കാണിക്കുന്നത് ഫ്യൂച്ചർ ഇൻറ്റൻഷനെയോ. ഐ ഷാൽ റൈറ്റ് ടു ഹിം ഇൻ എ ഷോർട്ട് ടൈം. ഷുഡ് കാണിക്കുന്ന അഡ്വൈസ്. യു ഷുഡ് സീ എ ഡോക്ടർ. നിങ്ങളൊരു ഡോക്ടറെ കാണണം. വിൽ കാണിക്കുന്നത് സന്നദ്ധതയാണ്, വില്ലിങ്നെസ്. ഐ വിൽ ടേക്ക് യു ടു ദ എയർപോർട്ട്. വുഡ് കാണിക്കുന്നത് പൊളൈറ്റ് റിക്വസ്റ്റാണ്. വുഡ് യു ലൈക്ക് സം ടീ? ഇങ്ങനെ മോഡൽ വെർബുകൾക്ക് പലവിധമായ സഹായക്രിയകളായി പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. ഇനി മോഡൽ വെർബുകൾക്കുള്ള പ്രത്യേക ചില സ്വഭാവ സവിശേഷതകളുണ്ട്. അത് എന്തൊക്കെയെന്ന് നോക്കാം. സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കി അവ രൂപം ചേഞ്ച് ചെയ്യുന്നില്ല. ഐ ക്യാൻ, ഹീ ക്യാൻ. പിന്നെ മോഡൽ വെർബിന് ശേഷം മെയിൻ വെർബിൻ്റെ ബേസ് ഫോം ഉപയോഗിക്കുന്നു. ഷീ ക്യാൻ റൺ. തേർഡ് പേഴ്സൺ സിംഗുലറിൽ ഒരു സെൻറ്റൻസാണ് ഹീ ലൈക്സ് ചോക്ലേറ്റ്സ്. എന്നാൽ മോഡൽ വെർബ് എസ് സ്വീകരിക്കുന്നില്ല. ഹീ ക്യാൻ എന്നാവുന്നു. ഒരിക്കലും ക്യാൻസ് എന്ന് ഉപയോഗിക്കുന്നില്ല. മോഡൽ വെർബ് ടു പ്ലസ് വെർബ് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നില്ല. ടു ക്യാൻ എന്ന് ഉപയോഗിക്കാറില്ല. റെഗുലർ വെർബിന് ഇൻഫിനിറ്റീവ് ഫോമായ ടു ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ടു റൺ, ടു ഈറ്റ്, ടു പ്ലേ എന്നൊക്കെയാണ്. മറ്റൊരു വെർബിൻ്റെ ബേസ് ഫോമിന് മുൻപായി മോഡൽ വെർബ്സ് ഉപയോഗിക്കുന്നു. ഇൻഫിനിറ്റീവ് ഫോമിലുള്ള സെൻറ്റൻസ് ഷീ വാണ്ട്സ് ടു ഗോ. അത് ബേസ് ഫോമിലാകുമ്പോൾ ഷീ ക്യാൻ ഗോ.
മോഡൽ വെർബുകൾക്ക് ഇൻഫിനിറ്റീവ് ഫോം ഇല്ല. ഇ ഡി ഫോമും ING ഫോമും ചേർക്കില്ല. മോഡൽ വെർബ്സ് ക്വസ്റ്റ്യൻസിനും നെഗറ്റീവ്സിനും നിർമ്മിക്കുന്നത് ഡു, ഡസ്, ഡിഡ് എന്നിവയുടെ സപ്പോർട്ട് ഇല്ലാതെയാണ്. പകരം ഇൻവേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. എക്സാമ്പിൾ: ക്യാൻ യു ഹെൽപ്പ് മീ? മേ ഐ ലീവ് നൗ? ഷുഡ് ഐ കോൾ ഹെർ? ഇൻവേഷൻ മെത്തേഡിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയെപ്പറ്റി വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. സംശയമുള്ളവർ നോക്കി മനസ്സിലാക്കുക. മോഡൽ വെർബിനെ പറ്റി പ്രധാനമായി ഇത്തരം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇംഗ്ലീഷ് ഗ്രാമറിൽ എല്ലാത്തരം വെർബുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.